കൊച്ചിയിൽ പട്ടാപ്പകൽ തോക്കു ചൂണ്ടി വൻ കവർച്ച. കുണ്ടന്നൂരിലെ സ്റ്റീൽ വിൽപ്പന കേന്ദ്രത്തിൽ നിന്ന് 80 ലക്ഷം രൂപയാണ് കവർന്നത്. മുഖംമൂടി ധരിച്ചെത്തിയ 5 അംഗ സംഘം തോക്കു ചൂണ്ടിയാണ് പണം കൊള്ളയടിച്ചത്. കവർച്ചാ സംഘത്തിന് സഹായം നൽകിയ വടുതല സ്വദേശി സജിയെ മരട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. പണം ഇരട്ടിപ്പിക്കൽ സംഘത്തെ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം. സജിയുടെ നിർദ്ദേശപ്രകാരം ആസൂത്രിതമായാണ് 5 അംഗ സംഘം കവർച്ചയ്ക്ക് എത്തിയതെന്നാണ് സൂചന. വൈകിട്ട് 3:15 കുണ്ടന്നൂരിലെ സ്റ്റീൽ വിൽപ്പന കേന്ദ്രത്തിൽ 5 അംഗ സംഘം എത്തിയത്. നമ്പർ പ്ലേറ്റ് മറച്ച കാറിൽ എത്തിയ സംഘം സ്ഥാപന ഉടമയ്ക്കും ജീവനക്കാർക്കും നേരെ തോക്കു ചൂണ്ടി കവർച്ച നടത്തുകയായിരുന്നു. കൊച്ചി സ്വദേശി സുബിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. സാമ്പത്തിക പ്രതിസന്ധി കാരണം സ്ഥാപനം നഷ്ടത്തിലായതിനാൽ പരിഹാരം കണ്ടെത്താമെന്ന് പറഞ്ഞ് വടുതല സ്വദേശി സജി കഴിഞ്ഞ ദിവസം സുബിനെ സമീപിച്ചിരുന്നു. 80 ലക്ഷം രൂപ നൽകിയാൽ 1 കോടി രൂപയാക്കി ഇരട്ടിപ്പിക്കാമെന്ന് പറഞ്ഞാണ് സജി എത്തിയത്. അങ്ങനെ സജിക്ക് നൽകാനായി സുബിൻ 80 ലക്ഷം രൂപ കടയിൽ സൂക്ഷിച്ചിരുന്നു. ഈ പണമാണ് മുഖംമൂടി ധരിച്ചെത്തിയ സംഘം കവർച്ച നടത്തിയത്. നമ്പർ പ്ലേറ്റ് മറച്ച കാറിലെത്തിയവർ തോക്കു ചൂണ്ടി ഓഫീസിൽ സൂക്ഷിച്ച പണം കൊള്ളയടിക്കുകയായിരുന്നു. കവർച്ച നടത്തിയ സംഘത്തിൽ സജി ഇല്ലെന്നാണ് വിവരം. എന്നാൽ സുബിന്റെ കൈവശം പണം ഉള്ളതായി സജിക്ക് മാത്രമാണ് അറിവുള്ളത്. ഇയാളുടെ നിർദ്ദേശപ്രകാരമാണ് സംഘം കവർച്ചയ്ക്കെത്തിയതെന്നാണ് വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സജിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അനധികൃത പണമിടപാട് സംഘത്തെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി.